രേണുജിച്ചിനെ പറഞ്ഞിട്ടല്ലോ അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ. അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാ മതിയെന്ന്. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. എല്ലാവരും ലോക വെടിയിറങ്ങി. എന്റെ ഏട്ടനെ വിളിക്കാട്ടെ, നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷഫീന ബീവിയുടെ ചാനലിനകത്ത് രേണു സുധിയുടെ ഒരു ചാറ്റ് പുറത്ത് വിട്ടൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം രേണു പല ഇനാഗുറേഷനും അല്ലെങ്കിൽ പല ഫംഗ്ഷനും വരുന്ന സമയത്ത് മീഡിയക്കാർ ഈ ചാറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ രേണു പറഞ്ഞ മറുപടിയും നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും. അതായത് ചായ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് പോകണമെങ്കിലോ നിങ്ങൾക്ക് എൻ്റെ മാനേജറിനെ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു ആ പുള്ളിക്കാരത്തി പറഞ്ഞത്. അതായത് ആ ചാറ്റ് അപ്പം രേണുവിൻ്റെ തന്നതാണ് എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പം രേണുവിൻ്റെ ആ ഒരു ചാറ്റിൻ്റെ വിഷയത്തിൽ കുറച്ച് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ ഉണ്ട്. നമ്മുടെ ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇനി ഞാൻ ജാസിയെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ജാസി ഇപ്പം വന്നിട്ട് ഈ സാധനം അങ്ങ് വളച്ചൊടിക്കുവാണ്. അതും വളച്ചൊടിക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണണം. വാഴ സിനിമയ്ക്കകത്തുള്ള ഒരു ക്ലൈമാക്സിൽ ഒരു ഡയലോഗുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഈ ജാസി രേണുവിൻ്റെ ആ ഒരു ചാറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് രേണുജിച്ചിനെ പറഞ്ഞിട്ടല്ലോ അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുക, ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ വായ സിനിമ ഇറങ്ങിയപ്പോൾ നോക്കുന്ന തലങ്ങളിലാണെന്ന് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനകത്ത് ഇട്ട ഒരു ഫോട്ടോയുടെ താഴെയാണ് ആ ഒരു മെസ്സേജ് ആ ഒരു വ്യക്തി അയച്ചിരിക്കുന്നത്. അതായത് കാലിൻ്റെ ഭാഗം മാത്രം കാണിച്ചിട്ട് രേണു സബ്സ്ക്രിപ്ഷനകത്ത് ഫോട്ടോസും വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കൊടുത്ത മറുപടിയാണ്. അതിനി കാണുന്ന ആൾക്കാർ ഏത് രീതിയിലെടുക്കണം, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരുടെ കുഴപ്പമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ദൈവത്തെ ഓർത്ത് വന്ന് പറയരുത്. സർജറി ചെയ്തു എന്നും പറഞ്ഞ്, അതായത് ബോട്ടം സർജറി ചെയ്തു എന്നും പറഞ്ഞിട്ട് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും പറ്റിച്ച ഒരു വ്യക്തിയാണ് ഈ ജാസിയുടെ ആ വീഡിയോ ഏകദേശം ഒരു 10 മില്യൺ അങ്ങോട്ട് അടുപ്പിച്ച് ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തതുമാണ്. ഈ ജാസി എന്ന് പറയുന്ന ഇവന് സത്യം പറഞ്ഞാൽ നാണോ മാനോ ഉണ്ടോ അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. അത് കാണുന്ന ഏതൊരു വ്യക്തികൾക്ക് മനസ്സിലാക്കിയൂടെ? തെറ്റുകൾ കണ്ട് അത് തിരുത്താൻ നോക്ക്. ഇവനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പരിപാടി എന്തെന്ന് അറിയോ? സകല ചാനലിലും വിളിച്ച് പറഞ്ഞിട്ട് സ്ട്രൈക്ക് അടിപ്പിക്കാൻ പറയുമോ? ഇവനൊക്കെ വിമർശനം താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്? ഇവരൊക്കെ തന്നെയാണ് ഇവരുടെ ഇമേജ് ഒരു കോമാളിയായിട്ട് ചിത്രീകരിക്കുന്നത്. അതായത് ജനങ്ങൾ ഇവരെയൊക്കെ ആ ഒരു കണ്ണും കൊണ്ട് കാണാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് സ്വന്തമായിട്ട് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക. പറയുന്നില്ല. അപ്പോൾ വായിൽ അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാ മതിയെന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് തന്നെയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാ മതി. പക്ഷെ അവന്റെ ഏട്ടൻ എന്താ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അത്രേ ഉള്ളൂ. കഷ്ടം തന്നെ. എന്തായാലും രേണുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വസിക്കാൻ കേട്ടോ, ഇങ്ങനെ കുറച്ച് കൂട്ടുകാരെ കിട്ടിയതിൽ. അതായത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു വിഷയമില്ല, ഇവരെ എങ്ങനെയായാലും വെളുപ്പിച്ച് കയ്യിലിട്ട് വരും. എന്തായാലും ജാസിയെ പറ്റി ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ജാസിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇനി രേണുവിനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, പാവമല്ലേ, ജീവിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ ആ വീഡിയോ കൂടെ കാണിക്കാം. രേണുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടേ ഉള്ളൂ ആ കുട്ടിയെ. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. എല്ലാവരും ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ജീവിക്കണ്ട എന്ന്? രേണു കാണിക്കുന്ന പ്രവൃത്തികളല്ലേ ഇവിടെ നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന കുറച്ച് കോമാളിത്തരങ്ങൾ, അതിനെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ദൈവത്തെ ഓർത്ത് പറയരുത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന ആൾക്കാരല്ല, അതായത് ഈ രേണുവിന് വേണ്ടി സംസാരിക്കുന്നവരെല്ലാവർക്കും സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനങ്ങളൊന്നും ഇല്ലാത്തത്. ജാസി എന്ന് പറയുന്ന ഒരുത്തൻ രേണുവിന് സപ്പോർട്ടായിട്ട് വന്നു. ജാസി എന്താണെന്ന് സമൂഹത്തിന് മൊത്തം അറിയാം. പല ആൾക്കാരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വന്നിരുന്ന് ഒരു കഥ അറിയാതെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കരുത്. ഇനി മറ്റുള്ളവർ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് ഞാനത് ചോദിക്കുന്നത്. അവനവൻ്റെ ജീവിതം അവനവൻ ജീവിച്ചു തീർക്കട്ടെ. ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. ഈ പുള്ളിക്കാരത്തിയുടെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ താഴെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കമൻസുകൾ വരുന്നത്? നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ. അത്രയും ഞാൻ പറയത്തുള്ളൂ. ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഇനിയൊന്നും സംസാരിക്കുന്നില്ല. ഇനി രേണു ഓരോ കമൻസിന് കൊടുക്കുന്ന ഒരു റിപ്ലൈ ഞാൻ കാണിക്കാം. ലോക വെടിയിറങ്ങി.
അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്? എവിടെ നടാ ഇറങ്ങിയത്? അവരെ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നുമല്ലല്ലോ, നിന്റെ അമ്മച്ചി അല്ലേടാ. ഈ വീഡിയോ ഒന്നും ഞാൻ ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരുന്ന തെറി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരായാലും റിയാക്ട് ചെയ്യും. രേണു എന്തായാലും തിരിച്ച് തള്ളക്കി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് രേണുവിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ചില കമൻസുകളുണ്ടല്ലോ, പച്ചത്തെറിയായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തു വെച്ച് കാണിച്ചിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. രേണു 2 ദിവസത്തിന് മുന്നേ ഇട്ട ഒരു റീല് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിനകത്ത് ഫുള്ള് തെറിയാണ്, മനസ്സിലായ? ആ തെറി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് റീൽ ഇട്ടിരിക്കുവാണ്. ഇത് എത്രയോ ആൾക്കാർ കാണുന്നതായിരിക്കും, എത്ര കൊച്ചു പിള്ളേർ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നതായിരിക്കും. കാര്യം ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാ പിള്ളേരുടെയും കയ്യിൽ ഫോണുകളുണ്ട്. അവർ ഇൻസ്റ്റഗ്രാമിലൂടെ അവർ റീൽസ് കാണാറുണ്ട്, സ്വന്തമായിട്ട് റീൽസ് ഷൂട്ട് ചെയ്തിടാറുണ്ട്. അവരെല്ലാവരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ടാണ് അവർ വളരുന്നത്. ഇതിനെപ്പറ്റി രേണുവിൻ്റെ സപ്പോർട്ടേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേൾപ്പിക്കാം. എന്റെ ഏട്ടനെ വിളിക്കാണ്ട് നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ. കണ്ടോ, യാതൊരുവിധ നാണോ മാനോ ഇല്ലാതെ വന്നിരുന്ന് അതങ്ങ് ഭയങ്കര എന്തോ സംഭവം എന്നുള്ള രീതിയിൽ പറയുക. കാര്യം ഇവർക്കറിയാം, ഈ സ്ത്രീക്ക് അറിയാം, ഇതൊക്കെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടും, വീണ്ടും ഇതൊരു കണ്ടന്റ് ആക്കാൻ പറ്റുമെന്നറിയാം. അതുകൊണ്ട് ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുക. കുറച്ച് നാളുകൾ വരെ ഈ തെറി എന്ന് പറയുന്നൊരു സാധനം വിളിക്കത്തില്ലായിരുന്നു. പിന്നെ നൈസായിട്ട് അതിങ്ങ് ഇട്ട് തുടങ്ങി. അത് ഇട്ട് റീച്ചായി എന്ന് കണ്ടപ്പോഴത്തേക്ക് മിക്ക വീഡിയോസിൻ്റെയും താഴെ പുള്ളിക്കാരത്തി അതിൽ ക്യാപ്ഷനായിട്ട് എഴുതി വെച്ചിരിക്കുവാണ്. ആടാ, നിനക്ക് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയല്ലോ. കാരണം എന്താ വെച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ളക്ക് രാവിലെ എന്നിട്ട് ഇതാണല്ലോ, അതുപോലെ നിന്റെ വീട്ടുകാർക്ക് മൊത്തം ഇതാണല്ലോ ഈ അസുഖം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കപ്പളങ്ങ എടുക്കട്ടെ മാണിക്ക. ഈ കപ്പളങ്ങയൊക്കെ സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നാട്ടുകാരെ തീറ്റിക്കുന്നതിനെക്കാട്ടി നിങ്ങൾ തിന്ന് നന്നാവുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമ്മാതിരി പരിപാടികളാണ് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല, മനസ്സിലായോ? രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അത് നിർത്താൻ പോകുന്നില്ല. രേണു എന്ത് ചെയ്താലും ഭയങ്കര സംഭവമാണ്, പുണ്യപ്രവൃത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അവരിപ്പം ഈ യൂട്യൂബേഴ്സിനെ ആക്രമിക്കാനായിട്ട് നടക്കുക. യൂട്യൂബേഴ്സ് ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ചിലവിന് കൊടുക്കുമോ, യൂട്യൂബേഴ്സ് അവരുടെ ജീവിതം തകർക്കുന്നു എന്നുള്ളൊരു സാധനം കൊണ്ടുവരുവാണ്. നിങ്ങളൊന്ന് തുടക്കം തൊട്ട് രേണുവിൻ്റെ വിഷയങ്ങൾ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്ക്. എന്തൊക്കെ രേണു കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രവൃത്തികളാണ് സ്റ്റിൽ രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എങ്ങനെ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഈ പോരാത്തതിന് രേണുവിനെ സപ്പോർട്ടായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ, അവരുടെയൊക്കെ തനിക്കണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന ചാറ്റിനെ പറ്റി പോലും ഇവർ ഈ ഒരു നിമിഷം വരെ ഇതിനൊരു മറുപടി നേരെ ഇവയെ കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് അവരെന്തോ ചെയ്തത്, അവർ വളച്ചൊടിച്ചിട്ട് അത് അവരുടെ അല്ല, അത് എന്തായിരുന്നു, ഞാൻ കോഫി കുടിക്കണമെങ്കിലും ഞാൻ അത് നേരിട്ടൊരു ഡ്രൈവ് പോകണമെങ്കിലുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ ഏത് പേരിട്ടാണ് ജനങ്ങൾ വിളിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഡയറക്റ്റ് മീറ്റിന് മാനേജറെ കോൺടാക്ട് ചെയ്യുക. അതായത് ഒരു സ്ത്രീകൾ, അതായത് ബോധവും വിവരമുള്ള ഒരു സ്ത്രീകളും ഈ സ്ട്രേഞ്ചേഴ്സിനെ പോയി മീറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പോയി കാപ്പി കുടിക്കാനും അവരുടെ കൂടെ ഡ്രൈവ് പോകാനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്ന കാര്യം, എത്ര പരിചയമുള്ള ആണുങ്ങളോടായാൽ പോലും പല പെൺകുട്ടികളും പോകാനായിട്ട് മടിക്കും, ഒറ്റയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തില്ല രേണു സ്ട്രേഞ്ചേഴ്സിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന കാപ്പി കുടിക്കാനൊക്കെ പോകുന്നതൊക്കെ ഒന്നും പറയാനില്ല. എന്തായാലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ വീട്ടുകാർ കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കരം തന്നെ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ രേണു കേൾക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് തന്നെ രേണുവിൻ്റെ പൈസയിലാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരിനി എത്ര രേണുവിനെ ഉപദേശിച്ച് കഴിഞ്ഞാലും രേണു നന്നാവാൻ പോകുന്നില്ല. ആ ഇളയ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഉള്ള ഒരു സങ്കടം. അവനെങ്കിലും നേരെ ചൊവ്വേ നല്ല രീതിയിൽ വളർത്തുക. കാര്യം പ്രധാനമായിട്ട് അവന് ഒരു അമ്മയുടെ സ്നേഹമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ അമ്മയുടെ സ്നേഹം അവന് കിട്ടിയിട്ടില്ലാത്ത രീതിയിലാണ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നിങ്ങൾ അതുകൊണ്ട് കഴിവുന്ന സമയം കിട്ടുമ്പോൾ അവൻ്റെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ചുമ്മാ മകൻ എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് അഭ്യാസം കാണിക്കുന്ന കണക്കല്ല. നിങ്ങളത് ശരിക്കും ഒരു അമ്മ ചെയ്യേണ്ട കുറച്ച് കടമകൾ നിങ്ങൾ കൂടെ എന്ന് ആ പയ്യൻ്റെ കൂടെ ചെയ്യേ. അവനെയെങ്കിലും മര്യാദയ്ക്ക് വളർത്ത്. മൂത്തവൻ്റെ കാര്യം ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. അവൻ്റെ സങ്കടം എന്താണെന്ന് അവൻ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് സുഖമാണോ എന്നോ കഴിച്ചോ എന്നോ ഒന്നും ചോദിക്കാൻ അവൻ്റെ ലൈഫിൽ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും അവനും ഈ ഇളയ മകനും വേണ്ടി പണിഞ്ഞു കൊടുത്ത ആ വീട്ടിൽ അവനുണ്ടായ ഒരു അവഗണന വ്യക്തമായിട്ട് അവൻ്റെ വീഡിയോയ്ക്കകത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യർ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പയ്യനെ നേരെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ
അവൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. രേണുവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. എന്ത് ചെയ്താലും അങ്ങ് നല്ലതാണ്, അവർക്ക് എന്തും ചെയ്യാം, അവർ ജീവിച്ചോട്ടെ, ഇങ്ങനെയൊക്കെയുള്ളൊരു നരേഷൻ കൊണ്ടുവരായിരിക്കും. അവർ ചെയ്യുന്ന തെറ്റുകൾ നീയൊക്കെ തിരുത്താൻ വേണ്ടി നോക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫ്രണ്ട്സ് ചെയ്യേണ്ട ഒരു കുറച്ച് കടമ. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്, മറ്റയാണ് മറിച്ചയാണ് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുവാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.